ഇതിനെക്കാട്ടി നല്ല രീതിയിൽ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഡോഡ്ജി ഉണ്ട്, പിന്നെ നമ്മളെ ഐസിക്കുട്ടനുണ്ട്. ഇപ്പോൾ രാവിലെ 11 മണിയായി. ഇന്ന് 10:15 ആകുമ്പോൾ എണീച്ച്. ഇന്ന് ചിലപ്പോൾ ഏട്ടൻ നേരത്തെ വരും. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിലപ്പം നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം പൂളിൽ പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാം. ഓക്കെ, അമ്മ കുക്കിംഗ് പരിപാടികൾ ചെയ്യുകയാണ്. അമ്മ ഇവിടെ ഉണ്ട്. എന്നാ പരിപാടി? യൂട്യൂബ് കണ്ടുകൊണ്ട് കുക്ക് ചെയ്യുന്ന ചോറ് വെക്കുന്നത്. മാങ്ങ ദോശ ഇട്ടിട്ട് ചപ്പാത്തി വേണം. നമുക്ക് മെല്ലെ കഴിക്കാം. ഇനിയും മെല്ലെ 11:15 കഴിഞ്ഞു. എന്നെ കാലയാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ വരച്ചേട്ടാ. ഇതാരാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? താടി ആരോ മുറിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിയെല്ലാം ഏട്ടൻ ചെയ്തതാണ്, ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പിന്നെ പിന്നെ കാണാം. എനിക്ക് മലയാളം വാക്കുകൾ ചിലത് കിട്ടൂല, പിന്നെ കാണാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ സമയം 1 മണിയായി. ഞാൻ സുപ്രന്റെ വീഡിയോ എടുക്കാൻ പോകുകയാണ്. സുപ്രന്റെ റീൽസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുപ്രന്റെ റീൽസൊക്കെ ഇടുന്നതാണ്. എന്തായാലും നമുക്ക് പോയി സുപ്ര കാണാം. അതിൽ വ്ളോഗിലും ഞാൻ ഉൾപ്പെടുത്താം. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സുപ്ര കാണിക്കുന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ പോവാം. നമുക്ക് അത് ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുപ്ര എടുത്ത ഒരു സ്പോട്ടിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കാം. ഓക്കെ, എന്താ പരിപാടി ഉണ്ടായിരുന്നു? രാവിലെ ജിം ഹിറ്റ് ചെയ്തു. ഫുഡ് അടിച്ച് പിന്നെ ഒരു സുഖത്തിന് സിനിമയും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെറുക്കൻ ഇവിടെ എത്തിയേക്കണത്. ഏതാ സിനിമ? റോന്ത്. ഞാൻ ഇറങ്ങാം. എന്തല്ല പിന്നെ 7-Eleven താടിയൊക്കെ വളരാൻ തുടങ്ങിയല്ലോ ഓൾറെഡി. താടി എന്റെ മോനെ, താടിയൊക്കെ എന്താ പരിപാടി? ഫോണില് തുറക്കാം. എടുത്തു വന്നോളൂ ഇനി പിള്ളേഴ്സ്. ആ ഗാരാജ് വർക്കുമ്പോല്ലേ ബീജെല്ലാം കെട്ടിട്ട് 2 കിട്ടി. ഇതാണ് ഡുവോ. ചത്തിട്ടല്ലേ? റൈറ്റ് ഹാൻഡ് ഡ്രൈവ്. ഇത് ജപ്പാനിൽ നിന്ന് ഇറക്കിയതാണ് ഗോയ്സ്. ഇതും ഡെഡാ? അല്ല, എന്താ സിവിക് ഡെഡാ? അത് ഡെഡായി പോയി. 4 ടൊയോട്ട അല്ലേ വീട്ടില്? 1 2 3 4 പിന്നെ ഒരു ഹോണ്ട. അതും ജപ്പാൻ. നമുക്ക് പുതിയൊരു ടൈപ്പ് ആർ എടുക്കണ്ട ചേട്ടാ? പൈസ കിട്ടട്ടെ, ജോലിയൊക്കെ ആവട്ടല്ലേ. പിന്നെ വേണം ഈ വണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചളി പിടിച്ചെടുക്കല്ലേ വണ്ടി? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? എപ്പം? അവസാനം എടുക്കാൻ വന്നപ്പം എടുത്തേ ഉള്ളൂ. നമുക്കൊന്ന് ക്ലീൻ ആക്കി ഇടണ്ട ഇടക്ക്. ആക്കെ കഴുകാനൊക്കെ പറ്റും. ഞാൻ ഈ പാൻറ്റൂരിയല്ലേ കഴുകാം. ഇപ്പൊ കഴുകണമെന്നില്ല. ഞാൻ ഇന്നലെ ഈ വണ്ടി കഴുകാനായിട്ട് പിന്നെ ഞാൻ കുളിച്ചു. രണ്ടാമത് വട്ടം കുളിക്കുന്നതിന് വിഷയമൊന്നുമില്ല.
സുപ്ര ജംപ് സ്റ്റാർട്ടിങ് പരിപാടികൾക്ക് ആരംഭിക്കാൻ പോകുകയാണ്. എന്താവും നമുക്കറിയാം. ഇത് എത്ര നാളായി ഇപ്പൊ സ്റ്റാർട്ട് ആക്കിയിട്ട്? ഞാൻ വന്നിട്ടും തന്നെ സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അപ്പം നീന്റെ റീലെടുത്തായിരിക്കും അവസാനത്തെ സ്റ്റാർട്ടിങ്. മല്ലു ഓൺ സൂപ്ര എന്ന് പറഞ്ഞ റീലല്ലേ? അത് തന്നെ ആ സംഭവം. ഇത് ഏത് എഞ്ചിൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് സാധാരണ എന്നെ 2JC GTE. GTE എന്നല്ല 2JC. 2JC. ഓ GTE ആണ് മറ്റേ പ്രീമിയം സാധനം. ട്വിൻ ക്യാം 24 വാൽവ്. സാധാ സാധനം, സ്റ്റോക്ക് സാധനം. സാധാ സ്റ്റോക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ ശരിക്കൂലേ ഈ നെഗറ്റീവിന് പകരം പോസിറ്റീവ് കുത്തി തന്നാ അവര്? നെഗറ്റീവ് വരെ പോസിറ്റീവ് കുത്തിയാ നമ്മൾ തന്നെ കണ്ടിട്ടില്ലായിരുന്നാ? ജസ്റ്റ് എനിക്ക് പൊട്ടുവാ, സ്പാർക്ക് അടിക്കുവാ. ഇങ്ങനെ കത്തിക്കൊണ്ട് ചെറിയ കത്തലുണ്ടാവും തോന്നുന്നു. പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ് ആണോ? വോ 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 വോ. ഇതാണ് ഓക്കെയാണ്. ഓണുണ്ടോ? അങ്ങനെ ഓണായോ? പിന്നെ ബാറ്ററി ഉണ്ടല്ലായിരുന്നാ? നീ ഇനി വണ്ടി ആക്സിഡന്റ് എടുത്ത്. ഏത് ഈ വണ്ടിയോ? ഈ വണ്ടി വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണായിരുന്നു ആദ്യം. ഓക്കെ അല്ലേ? സ്റ്റാർട്ടാക്കുന്നേ. ഇതിങ്ങനെ വെച്ചാൽ മതിയില്ല കുറച്ചു നേരം? RPM at 3000, 2000. അങ്ങനെ നമ്മളെ സൂപ്ര സ്റ്റാർട്ട് ആയിരിക്കുന്നു ഗോയ്സ്. എന്താ സ്മെല്ല്? ഫാനിൽ കഴിയിട്ടാ. അതെങ്ങനെ ഇപ്പൊ ചെയ്ത്? ഒന്നും കൂടി ചെയ്ത്. ഇപ്പൊ അത് ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ക്ലച്ച് പിടിച്ച അതോ ബാക്കി കോസ്റ്റ്യൂം ഇടുന്നില്ല. 2 ഫോട്ടോസ് എടുക്കണ്ടേ നമുക്ക്? അജയന്റെ ഒരു പോസ്റ്റ് ആക്കണ്ടേ? കുറച്ച് നാളായില്ല പോസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ച് ലുക്കായി. പുല്ലിടുന്നു ഈ സമയത്ത് വെയിലത്ത്. മൂടിയ ക്ലൈമറ്റ് അല്ലേ? നമുക്ക് ആദ്യം ഒരു വീഡിയോ എടുക്കാം. അല്ലാതെ അവസാനം എടുക്കണോ? മറ്റേ ഡ്രീം ഗരാജ് സാധനം അത് വണ്ടി കയറ്റിട്ട് എടുക്കാം അല്ലേ? തിരിച്ച് കയറ്റിട്ട്. അല്ല അത് അവസാനം എടുക്കാം. അന്നേരം ഈ വണ്ടി തിരിച്ചിടാം, റിവേഴ്സ് ഇടാം. In the cockpit. It's a Supra. ഇന്ന് വെയിലില്ല അല്ലേ? അത്രയും ക്ലൗഡിയാ. ഈ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിക്കുമ്പോൾ നാട്ടിൽ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടോ? പിന്നല്ലാണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഓടിച്ച് വളർന്നത്. അപ്പത്തേക്ക് എനിക്ക് വന്നിട്ടില്ല. സൈറൊന്നുമില്ല.
ഇതിലല്ലേ? എന്താ പൊട്ടുവോ? പൊട്ടുവൊന്നുമില്ല, 2 സ്റ്റെപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നന്നായിട്ടുണ്ടായിരുന്നല്ലേ? പറഞ്ഞതല്ലേ ഗൈസ്, പറഞ്ഞതിന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ വെക്കാം. വേണ്ട, ആൾക്കാരുടെ ഹൃദയം ഹേർട്ടാവും, ഹാർട്ട് ബ്രോക്ക് ആവും. ഇവിടെ ഒരു പുള്ളിക്കാരുണ്ട്, അന്ന് നീ ഉണ്ടായിരുന്നു ഞങ്ങള് വീഡിയോ എടുത്തപ്പോ. സൂപ്പറല്ലോ. സൂപ്പറിൽ കയറിയപ്പോ ഒരു പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല, ചോദിക്കാണ്. ഇവിടെ ഒരു വെളുത്ത റിവ്യൂ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ട് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് വിളിക്കും. അതെന്റെ അച്ഛനല്ലേ? ആ ജിജോങ്കിളുടെ അടുത്ത്. അവിടെ പുറത്ത് ഇരിപ്പുണ്ടോ? ഇല്ല, ഹോണ്ട നമ്മളെ വണ്ടി. ഓ, പിള്ളേഴ്സ് ഉണ്ടല്ലോ പുറത്ത്. നോട്ടം കണ്ട. പക്ഷെ അവർക്ക് ഐ ക്യാച്ചർ ആണല്ലേ ഈ വണ്ടി? നെക്ക് ബ്രേക്കർ. നമ്മളെ പ്രണവേട്ടന്റെ വീടാണിത്. ആർക്കെങ്കിലും വരാൻ താല്പര്യം മല്ലു കമേറോ. പുല്ലൊക്കെ ആണെന്ന് ഫോൺ ആരാ മഴ പെയ്ത് ആരാ ഫോൺ അടിക്കാൻ പറഞ്ഞ? ചെറിയ ഫോൺ. അയാള് ചൈനീസ് ആണ്. തലാക്കി നോട് ചെയ്ത്. ഡ്രൈവിംഗ് ഈസ് only concentrate. AC ഒക്കെ ഉണ്ട് ബ്രോ, AC ഒന്നും വേണ്ടല്ലേ? AC ക്ക് എന്തിനാ നമുക്ക് നാച്ചുറൽ. അങ്ങോട്ട് പോയി തോന്നുന്നു. റൈഡിംഗ് എക്സ്പീരിയൻസ് പറ. റൈഡിംഗ് എക്സ്പീരിയൻസ് വൺ പൊളിയല്ലേ? സ്മൂത്ത്നെസ് എത്ര ഔട്ട് ഓഫ് 10? 10 out of 10. നമുക്ക് പുറത്തിറക്കാൻ പറ്റൂല ബിക്കോസ് ഓഫ് ഇൻഷുറൻസ് ഇഷ്യൂസ്. എക്സ്പയർഡ് നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. അതിന്റെ ഒരു പിന്നെ പോലീസ് ആണെങ്കിൽ എന്തായാലും നോക്കും ചെയ്യും. ഫുൾ കിലോമീറ്റർ മൈലല്ല. അപ്പം നമുക്ക് ഇവിടുത്തെ സ്പീഡ് മനസ്സിലാവില്ല അങ്ങനെ പെട്ടെന്ന്. അപ്പൊ പണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ. ആർക്ക് വേണം? ശ്രീനിയുടെ എക്സ്പീരിയൻസ് പറ, എങ്ങനെയുണ്ട്? ഞാനിത് ഓടിച്ചിട്ടില്ലല്ലോ സാറേ. ഞാൻ ഇരുന്നതല്ലോ ഇതില്. സാറേ എനിക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല, ഇരിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. നല്ല അതെ, മാനുവൽ വണ്ടിയൊക്കെ ഫുള്ളായിട്ട് ഓടിക്കാൻ പഠിച്ചിട്ടാണ് ഇതൊക്കെ അടിക്കാൻ. മഴ പെയ്തല്ലോ ബ്രോ, ചതിച്ചല്ലോ ചിറാപ്പുഞ്ചി. ചെക്കന്മാർക്കൊന്നും അറിയില്ല സൂപ്പറിന്റെ വില. ഇതൊക്കെ നാട്ടിലിറങ്ങണം എന്റെ മോനെ. വിഷയം ലൈറ്ററൊക്കെ ഉണ്ട്. ഇത് ആൾക്കറിയല്ലേ എന്തിനാ ലൈറ്റർ ബ്രോ? ലൈറ്റർ 90s സംഭവം അല്ലേ ബ്രോ? ബിൽറ്റ് ഇൻ സാധനല്ലേ ആസ്ട്രേ. ഓ, ജപ്പാൻ സ്മോക്കേഴ്സാ ഫുള്ള്. പക്ഷെ പണ്ടത്തെ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ ആസ്ട്രേയും പരിപാടിയൊക്കെ. ആസ്ട്രേ ലൈറ്റർ ജാപ്പനീസ് ആണ് എല്ലാ വണ്ടിക്കും ഇവിടെ ഇവിടുത്തെ വണ്ടിക്കൊക്കെ ഉണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റ് പോലെ ഇങ്ങനെ എടുക്കാം. ഓ നൈസ് ആണ്. AC വണ്ടിയില്ല മച്ചാനെ, എന്നാ പറ്റിയ ACയുടെ സ്വിച്ച് ഓണാണില്ലല്ലോ, അടിച്ചു പോയോ ഗായ്സ്? ഇത് പിന്നെ ഇതെന്താ സംഭവം? അത് ലൈറ്റർ, അതാണ് ലൈറ്റർ. AC ഓണാക്കില്ല. മഴ പെയ്യുന്നുണ്ട്. ഇന്റീരിയർ നമുക്ക് വിശ്വാസണ്ട, പൊക്കിക്കാം. AC തണുത്ത കൂളാവട്ടെ. കൂളായിട്ടില്ല. കണ്ണിലേക്കാണ് സാമാന്യം എന്റെ അത്തിരിക പൊടിയൊക്കെ അടിച്ചു തരണം. പൊടി അടിച്ചു തരണം. ഇതിന്റെ പിന്നെ ഇത് കുറച്ച് താത്ത ഹൈവേ കൊണ്ടുവന്ന് പൊളിയാനല്ലേ ഇതില്ലേ? AC കുറച്ച് താത്തിയ. ഓ അതിന്റെ സൗണ്ട് നമ്മളിപ്പോ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ എത്തി. ഗ്യാസ് സ്റ്റേഷൻ കത്തിച്ചാലോ? നമുക്ക് ഇച്ചിരി കൂടി ഇതാണ് പഴുക്കും. നമ്മള് പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നിർത്തിയത്, പക്ഷേ റൈറ്റ് സൈഡിലെ ടാങ്ക് ഗ്യാസ് അടിക്കാൻ വന്നല്ല, റീൽ എടുക്കാൻ വന്നല്ല. റീൽ എടുക്കാൻ വേണ്ടി വന്നേക്കണം. ഇതെന്നാ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ എന്തോ. പോകുമ്പോ കാണിച്ചിട്ട് പഴുത്ത് കഴിയുമ്പോ കാണാൻ രസമാണ്. ഇവിടെ കത്തിച്ചാൽ പറയാം. വോ ഓ തീ തീ തീ
ഓക്കെ ഞാൻ പോയി റീൽ എടുക്കട്ടെ. കുളിച്ച് നനഞ്ഞ് ഒരു റീൽസ് കിട്ടിയട്ടാ, ഡെഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന പോലത്തെ റീൽസ് കിട്ടിയിട്ടുണ്ട്. നമ്മള് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം എല്ലാരും ഫോളോ ചെയ്യണം. തായ്ലൻഡ് പിന്നെ ആ ടൈപ്പ് ചെയ്ത അതെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ അജയ് ജോയ് ഫോർ യു അല്ലേ, അതും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. നിങ്ങൾ പോയി ഫോളോ ആക്കി ഫോളോ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. സപ്പോർട്ട് ഒന്നും ചുമ്മാ വേണ്ട ഗൈസ്, ചുമ്മാ നിങ്ങൾ കണ്ടുപോയാൽ മതി. അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു ഫോളോ അടിക്കുക. എന്റത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഫോളോ അടിച്ചു. ചെറുക്കൻ ഡെഡിക്കേഷൻ ആയിട്ട് ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്നു. അതെ ഗൈസ്, ഞാൻ ഈ മഴയൊക്കെ നനഞ്ഞ് കണ്ടന്റ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ്. ചൂട് ചായയും ഒരു മഴയത്ത് ചൂട് ചായയും കുടിച്ചോണ്ട് ഒരു സൂപ്പർ റീലും കണ്ടോണ്ട് ഏത് മൂഡ്? അംബാനി മൂഡ്, പൊളി മൂഡ്. ഇതാണ് നമ്മുടെ പാർക്ക്. ഇവിടെ ഞങ്ങൾ നടക്കാൻ പോയത്. ഇവിടെ വണ്ടി ചെറുപ്പം ഉണ്ട് കേട്ടോ, പക്ഷെ എല്ലാരും പക്ഷെ ഗാരാജിലാ. നമ്മളെ നെയ്ബർഹുഡിൽ ഒരുത്തനുണ്ട് ലാംബർഗിനി. ലാംബർഗിനിയാ? അവൻ ഗാരാജിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ഗായ്. പിന്നെ പുതിയത് അവന്റെ ഡോർ. അവന്റെ ഡോറോ? പക്ഷെ ജാട നൈസ് ഡെഡ് ഉണ്ടാന്നല്ല. അതാ ഞാൻ പറഞ്ഞ ഡെഡ് എനിക്ക്. പക്ഷെ ആ സൈൻ എനിക്ക് കണ്ടാ ഏതാ അവിടെ ഫുള്ള് വേണമായിരുന്നു സൈൻ. അവൻ അവിടെ ഓളി വെച്ചോണ്ടിരുന്നെ. ആ അതിന്റെ വടിക്ക് ഇപ്പൊ ഉണ്ടോ? കാണുമായിരിക്കുമല്ലോ. ഇല്ല, അവര് എടുത്തു കളഞ്ഞോട്ടാ. എടുത്തു കളഞ്ഞാ? ആ അപ്പൊ നമുക്ക് കുറച്ചും കൂടി റീൽസ് എടുക്കാല്ലേ, ഫോട്ടോസ് എടുക്കാം. മഴ കുറഞ്ഞില്ലേ? മഴ കുറഞ്ഞു ചെറുതായിട്ട്. മഴയുടെ വിന്റേജ് ഒരു വെളുത്ത താടിയൊക്കെ ഇല്ലല്ലേ? വെള്ളത്താടി, വെള്ള മീശ, കട്ടി മീശ ഇവിടം വരെ ഇങ്ങനെയുള്ള ഫുള്ള് കുറച്ച് തടിയൊക്കെ ഇല്ല. തൊപ്പിയും കാണും. BMW ഫാൻസ് ഉണ്ടോ? BMW is waste of money. പഴയത് നൈസാട്ടാ. പഴയതാണ് ഈ E30 അല്ല E30 നൈസാ. പക്ഷെ പുത്തൻ നല്ലതാന്നൊക്കെ ആൾക്കാർ പറയാനുണ്ട്, എനിക്കറിയില്ല. പുത്തൻ മറ്റേ കോമ്പറ്റീഷൻ ഒക്കെ നൈസാ. M4 സാധാ ഇങ്ങനത്തെ സൂപ്പറാ. എനിക്ക് ഇങ്ങനത്തെ BMW ഇഷ്ടമല്ല. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇത് 340 ആയോ? 340 അല്ലെങ്കിൽ 330. അറിയില്ല. ഗൈസ് നമുക്ക് കുറച്ചും കൂടി കണ്ട മഴ കണ്ട എന്നെ കൊല്ലി. സൂപ്പർ എന്തായാലും ക്ലീൻ ആക്കി കിട്ടി വണ്ടി. എന്റെ ഇത്രയും നേരം ഓടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോ പറ്റുന്നില്ല അല്ലേ? ഹെഡ്ലൈറ്റ് ആണ് സീൻ. ഇത് കണ്ടോ വെള്ളമായിട്ട് ഹെഡ്ലൈറ്റ് കണ്ടാ? ആ അത് സീൻ ഉണ്ടല്ലേ. പിന്നെ കുറെ ആൾക്കാർ ലാൻഡ് ക്രൂസറിന്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ ലാൻഡ് ക്രൂസറിന്റെ വീഡിയോ ചെയ്യാം അല്ലെ ചേട്ടാ? ഇത് നിങ്ങൾ എവിടുന്ന് വാങ്ങിയതാ ലാൻഡ് ക്രൂസർ? ഇമ്പോർട്ട് പിന്നെ ഹ്യൂസ്റ്റണിലാണോ? ഡിക്കിൻസണിൽ പോയി വാങ്ങിയ. അതെന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു മണിക്കൂറല്ലേ? 3/4 മണിക്കൂർ. അരമുക്കാൽ മണിക്കൂർ അവിടെ പോയി എടുത്ത മുതലാണിത്. ഇതെടുത്തിട്ട് ഇതാണല്ലേ ലാസ്റ്റ് എടുത്ത വണ്ടി? കൊറോള ഫസ്റ്റ് എടുത്ത വണ്ടിയാണിത്. OG വണ്ടിയാണിത്. അത് കഴിഞ്ഞിട്ട് എടുത്ത സിവിക്ക്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ആണല്ലേ? സിവിക്കിനെ കാട്ടി മുന്നേ എടുത്ത് സൂപ്പർ എടുത്ത്. അത് കഴിഞ്ഞിട്ട് സിവിക്ക് എടുത്ത്. ഓ മിററൊക്കെ ഓട്ടോമാറ്റിക്. എന്നിട്ട് പിന്നെ ഈ വണ്ടി എടുത്ത്, എന്നിട്ട് സൂപ്പർ എടുത്ത്, അത് കഴിഞ്ഞിട്ട് സിവിക്ക് എടുത്ത്, ലാൻഡ് ക്രൂസർ എടുത്ത്, പിന്നെ കൊറോള എടുത്ത്. വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുമല്ലോ ചേട്ടാ. സിവിക്ക് മാറ്റിട്ട് ഒരു ടൈപ്പ് ആർ എടുക്കണ്ടേ? ജോലിയൊക്കെ നമുക്ക് ഒന്ന് പരിഗണിക്കാതെ. അതെ, നാട്ടില് വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടാ ചേട്ടാ? ഉണ്ട് മാൻ. എനിക്ക് നാട്ടിലെ പണ്ടത്തെ ഉണ്ടക്കണ്ണ ഒമിനി ഇല്ലേ? ഒമിനി. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ரொம்ப അഴകാ இருக்கு. അത് പിന്നെ പജീറോ, സ്കോർപിയോ, കുറച്ച് പ്ലാൻ ഉണ്ട്. പണ്ടത്തെ എൻഡവർ,
ഇതൊക്കെയാണ് എന്റെ ഡ്രീം സാധനങ്ങൾ. പക്ഷെ ഈ ലിസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇട്. പിന്നെ വേറെ ഉണ്ടല്ലോ, വേറെ കുറെ. അമ്പിക്കുട്ടൻ അംബാസഡർ RX എടുക്കണ്ടേ നമുക്ക്? അതിന്റെ എനിക്ക് നമ്മുടെ കുര്യാച്ചനെ എനിക്ക് ഓടിച്ചു നോക്കണം. നിജമായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റാത്തൊരു സാധനം. എടാ വണ്ടിയുടെ കീയൊക്കെ എവിടെ വെച്ചാ? ഏത് വണ്ടി? അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? ഉള്ളിലാണൂല. എന്റെ കണ്ണട അത് നമുക്ക് എടുക്കാം, അത് നമുക്ക് പിന്നെ എടുക്കാം. അതെ. എന്ത് കണ്ണട ഓ എനിക്ക് ഇതിന്റെ ആവശ്യം പറഞ്ഞ ഓയാ ചേട്ടൻ നാട്ടിൽ നിന്ന് നല്ല ചിപ്സ് കിട്ടില്ല സാധനം. തുറന്നെടുത്തോണം. ഇതില് ഒന്ന് ഇതിലെല്ലാം അടിപൊളിയാണല്ലേ ചിപ്സ്? എല്ലാം സെയിം ക്വാളിറ്റി സാധനം. അവർക്ക് കൂടിപ്പോയില്ലേ? നമ്മള് ബാലൻസ്ഡ് ഡയറ്റ് ശ്രീഹരി. ഒന്ന് വേണം കഴിച്ചോ, നാളത്തേക്കില്ല. ഇതല്ല ഏട്ടൻ പറഞ്ഞ പിന്നെ ഓരോ നാട്ടിൽ നിന്നും ഇത് മാത്രം എന്റെ. ഇതിപ്പോ എത്ര വേറെ ഇത് നാടല്ല, ഇത് സ്റ്റേറ്റ്. വാഷിംഗ്ടൺ അല്ലേ? എനിക്ക് ഒറ്റൊന്നുണ്ട് കാൻകൂണിന്റെ. ഇത് വാഷിംഗ്ടൺ. ഓ യാ, you gotta start somewhere. അയർലൻഡ് സ്കോട്ട് മോണുമെന്റ്. ഇതെനിക്ക് സ്കോട്ട്ലൻഡിലാന്ന് തോന്നുന്നു. പിന്നെ ഇത് വാഷിംഗ്ടൺ DC. അതെവിടെയാന്നറിയാവോ? അത് യുകെയിലൊരു ഗ്യാസില. യുകെയിൽ പോയിനാ നിങ്ങള്? അപ്പനമ്മ കൊണ്ടുവന്ന. പിന്നെ വേറൊന്നും ഇല്ല. അരിസോണ അച്ചു കൊണ്ടുവന്നത്. അത്രയൊക്കെ തന്നെ അല്ലേ? തുടങ്ങുന്നേ ഉള്ളല്ലോ നമ്മള് യാത്ര തുടങ്ങണത്രല്ലേ? അതെ തുടങ്ങി തന്നെയാണല്ലോ. ഇപ്പുറത്ത് ഓ യേ, ഇത് നൈസ് അല്ലേ? ബിയർ ബോട്ടിലാ? ബിയർ ബോട്ടിലല്ല, ഓപ്പണർ. ബിയർ ഓപ്പണർ. വേറൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് ബിൽഡ് ചെയ്ത് നമ്മളൊരു സാമ്രാജ്യമാക്കും. ഡെയിലി കോട്ട് എന്തെങ്കിലും പറയണ്ട? ഡെയിലി കോട്ടൊന്നുമില്ല നമുക്ക്. ഡെയിലി കോട്ട് മതിയല്ലേ? മതി. അത് വെച്ച് നമ്മൾ ജീവിച്ചു നോക്കണം. അതെ. ചിപ്സ് ശ്രീ എന്നാ ഡെയിലി കോട്ട് ഏട്ടൻ വന്നിട്ട് എടുത്തല്ലേ? അത് മതി. അവനെ പറയാനുള്ള ഇതൊക്കെ ഉള്ളു, നമുക്ക് അതിനുള്ള വോയിസ് ഒന്നുമില്ല. അതെ. അജയന്റെ വീട്ടിലേക്ക് വന്നു ഇയാള്. Bro, I'm busy, bro. What is this? Consistency. Consistency-യാ? Construction. Consistency. നിന്റെ എഡിറ്റ് ചെയ്യാൻ ഡബിൾ ഇട്ടത്. Yes. A for acting. I like. അത് കൊടുത്തു. Ding. Ding. എടാ എന്താ പരിപാടി? പരിപാടി എന്താ? മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഒരു പോക്ക് പോയി. മഴ പെയ്ത്? പിന്നില്ലാണ്ട് അവിടെ മഴ പെയ്തില്ല. കനത്തിന് മഴ പെയ്ത് ശ്രീഹരി നനഞ്ഞ് കുളിച്ച് സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കിഡിലം പോലത്തെ അറിയില്ല. തീ പാറുവാ? തീ പാറി. പിള്ളേരോട് പോയി കാണാൻ പറ. പിള്ളേർ ഇന്ന് രാത്രി ഇടുഞ്ഞ. ഇന്നുണ്ടുവാ? അപ്പൊ നാളെ ഞായറാഴ്ച രാവിലെ അല്ലേ? ശ്രീഹരിയുടെ അക്കൗണ്ട് കാണും, പിന്നെ കത്തും. ഫോളോ അടിച്ച്. ശരിക്കും മഴ തന്നെ എടുത്തോ നിങ്ങള് വീഡിയോ? ഞാൻ മഴ ഫോട്ടോസ്. പക്ഷെ ഞാൻ കുളിച്ചുകൊണ്ട് മഴയത്തിറങ്ങി എനിക്ക് തോന്നിയില്ല മച്ചാ. അയ്യോ, എനിക്ക് പിന്നെ നനഞ്ഞിട്ടില്ല, കുളിച്ചിട്ടില്ല. ഞാൻ ചാടി ഇറങ്ങി ഞാൻ പല പരിപാടികളൊക്കെ ചെയ്തു. എന്നാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് നനഞ്ഞു. ഓ ഞാൻ ഫോട്ടോ എടുത്തോ? നിന്റെ ഫോട്ടോ എടുത്ത സൂപ്പർ ബ്രോ. ശ്രീഹരി സൂപ്പർ കോംബോ. ശ്രീഹരിന്റെ ഫോട്ടോ എടുത്തു. ശ്രീഹരിന്റെ സൂപ്പർ. എന്റെ ഫോട്ടോ എടുത്ത് ശ്രീഹരി ഫോട്ടോ എടുത്തു. എന്റെ ഫോട്ടോ എടുത്ത് ശ്രീഹരി എടുത്തു തന്നു. ഞാൻ ശ്രീഹരിക്ക് എടുത്തു. ഇതെല്ലാം ചേരുമ്പടി ചേർക്കുകയല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല. പിന്നെ ഇപ്പൊ സമയം എന്ന് മേടിച്ച് ഇതെന്നറിയാം. നമ്മുടെ ടീംസിൽ മെസ്സേജ് വന്നോണ്ടിരിക്കും. ഈ മാനേജർ എല്ലാം അയച്ചോണ്ടിരിക്കും. ഇപ്പൊ ഓരോ പ്രാവശ്യം ഈ ഹാർനസ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ മുകളിൽ കയറി പോണ്ടല്ലേ, ക്ലൈംബ് ചെയ്ത് പോണ്ടല്ലേ. അപ്പൊ ഹാർനസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇടക്കിടക്ക് ഇവിടെ ബെൽറ്റ് ഉണ്ടാവും. ഫോൺ ഇടക്കിടക്ക് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പോക്കറ്റിൽ ഇട്ടെന്ന് നമ്മളിങ്ങനെ ആകുമ്പോൾ താഴെ പോകും, മനസ്സിലായ? അപ്പൊ പൊട്ടും. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ലേ, ഇത് അച്ഛൻ വാങ്ങിയത്. അച്ഛന് വേണ്ടി വാങ്ങിയത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അച്ഛന് പഴയ ഒരു വാച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ അത് ഉപയോഗിക്കില്ല. സ്മാർട്ട് വാച്ച്. എന്റെ പഴയ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് വേണോടാ. കാരണം ആദ്യം മനുഷ്യന്ന് വാച്ച് ചെയ്ത് എനിക്ക് ഹെൽപ്പറിന് വേണം. ഇത് എന്തിനാ മനുഷ്യന്ന് അറിയാം. പിന്നെ എന്നെ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ശരിയാ. ഇത് മെസ്സേജ് വന്നു കൊടുക്കല്ലോ. അപ്പൊ പിന്നെ അത്യാവശ്യം കോള് വരുമ്പോ ഫോർമന്മാരെ വിളിക്കല്ലോ. ഹലോ, മൈക്ക് ചെക്ക്
അതല്ലേ ഓവർ ഓവർ കോബ്രയോ കിങ് കോബ്ര. എടാ അജോട്ട് എണീറ്റില്ല. അവനൊരു 5 മണി. അവൻ ലേറ്റ് ആയിട്ട് കിടന്നെ. ഞങ്ങൾ ജിമ്മിലൊക്കെ പോയി. ഇന്ന് നമുക്ക് ജോലി ഉണ്ടാവുന്ന വിചാരിച്ചല്ല ആക്ച്വലി. എന്നെ ജോലി ഇട്ടു കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ക്യാഷ് കൊയ്യുമല്ലേ, ഇത് ഇങ്ങോട്ട് വാരി കാശാ ആ എന്ത് വാരിക്കും. എവിടെയെങ്കിലും കളയാൻ വേണ്ടിട്ട് തേടി നടക്കണുണ്ടോ? തേടി തപ്പി നടക്കണുണ്ടോ? കാശ് എവിടെ കൊണ്ടിടണം അങ്ങനെ അങ്ങനത്തെ ചിന്ത ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് സെൻഡാന്നല്ലേ അക്കൗണ്ട്സ് മെസ്സേജിൽ ഇട്ട് തരാം. അക്കൗണ്ട്സ് മെസ്സേജ് അല്ല, വാട്സപ്പിൽ ഇട്ട് തരാം. അല്ല എന്റെ അക്കൗണ്ടിൽ കുഴപ്പമില്ല, ഞാൻ വിളിച്ചു ചോദിച്ചു എന്തേലും ഇനി ഒരു 2-3 മില്യണും കൂടി വരുമോന്ന് ചോദിച്ചു. അന്നേരം അവരോട് ഈസി കമോ. ശ്രീരായൻ അതൊക്കെ കവിഞ്ഞൊഴിയുമല്ലേ ശ്രീരായൻ. മില്യൺസ് കവിഞ്ഞു ഒഴുകാന്ന്. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അതിന്റെ അകത്ത് ഒരു ചെറിയ തുള്ളി എന്റെ അക്കൗണ്ടിലേക്ക് വീണാൽ കുഴപ്പമില്ല. അല്ല ഞാൻ തുള്ളി പുറത്ത് പോകാണ്ടിക്കല്ലേ, ഫുൾ ബാരിക്കേഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടല്ലോ. അത് നല്ല പരിപാടിയല്ല, ആൾക്കാരെ കണ്ട് സഹായിക്കും. അല്ല ഞാൻ വെറുതെ ചെയ്തല്ല, ഈ തുള്ളി പുറത്തേക്ക് വീഴുന്നത് പിടിക്കാനല്ലേ വേറെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട്. അത് ചെറ്റത്രല്ലേ, എന്റെ തന്നെ അത് ചെറ്റത്രായിപ്പോ കേട്ടോ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നെ എന്റെ കുടുംബത്തിൽ. ബ്രോ പക്ഷെ അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഒരു അക്കൗണ്ട് വെച്ചുകൊണ്ട് മാത്രം വേണം ജീവിക്കാൻ. അജയന്റെ ഡെഡിക്കേഷൻ കാണണം. ഞാൻ സുപ്രന്റെ റീൽ എടുക്കാൻ പറഞ്ഞു വന്നിട്ട് സുപ്ര ജംപ് സ്റ്റാർട്ട് ആക്കിയിട്ടാണ് നമ്മള് പോയത്. എന്നിട്ട് എവിടെയാ പോയത് നിങ്ങള് റീൽ എടുക്കാൻ? ഞങ്ങൾ പക്ഷെ റോഡിലേക്ക് ഇറക്കാൻ പറ്റിയില്ല. കാര്യം ഇൻസ്പെക്ഷൻ ഇല്ല. ഇൻസ്പെക്ഷൻ പോട്ടെ, ഇൻഷുറൻസ് ഒന്നാമത്തെ കാര്യം ഇൻഷുറൻസ് ഇല്ല. ഇൻസ്പെക്ഷൻ ബൈക്കില്ലേ അതിന്റെ ഇൻഷുറൻസ് അല്ല, അത് നീ 2 വർഷം എന്തായല്ലേ ഇത് കഴിഞ്ഞ വർഷം ചെയ്താ. നമുക്ക് എവിടെയായിരുന്നു കഴിഞ്ഞ വർഷം മീറ്റിന് പോയപ്പോ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, സ്റ്റിക്കർ ഇല്ലാത്തോണ്ട്. അതിൽ പിന്നെ ഇൻഷുറൻസ് ഇല്ല. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. ഈ വണ്ടിക്ക് എടുക്കാൻ പറ്റില്ല പുറത്തോട്ട്. ഈ വണ്ടി എടുക്കാൻ പറ്റൂല, ആ വണ്ടി എടുക്കാൻ 5 വണ്ടി ഉണ്ട്, അതിന് 3 വർക്കാവും. അല്ല അടുത്ത മാസം തീരും. 3 പേര് ഇവിടെ ഉള്ളു. അതുപോലെ നമുക്ക് എന്തിനാണ് അധിക ചെലവ്? അതും അൺഎംപ്ലോയിഡ് എനിക്ക്. അൺഎംപ്ലോയ്മെന്റ് ഒക്കെ മാറൂലയാ. നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. ഇപ്പൊ ഒരു വിളി വരും, ഒരു $1 million ഓഫർ അത് എന്നെ വിളിക്കുന്നത് ആലോചിക്കും. ഇല്ല എനിക്ക് ഉറങ്ങണം. ഇല്ല രാവിലെ ഗ്രൈൻഡ് പണി തുടങ്ങിയ ഗ്രൈൻഡിങ് ഹെൽപ്പറൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞാല് ഒരു പോട്ടാത്തറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പൊ ഒരു 4 മണിക്ക് മിനിമം എണീക്കണം നീ എല്ലാ ദിവസവും. ഒരു മെഷീൻ ജീവിതമായിരിക്കും, പോവാ വരിക. അതിൽ നിന്നൊരു മാറ്റം കാണൂലേ? മാറ്റം കാണൂടാ, മാറ്റം കാണും. പിന്നെ കുറച്ച് ലെവൽ ഇങ്ങനെ കയറി പോകുമ്പോ നല്ല ഈസിയാവും, വർക്ക് ഈസിയാവും. പക്ഷെ അങ്ങനെ കിട്ടട്ടെ, ശരിയാ. തലവര ഉണ്ടെങ്കിൽ കിട്ടിരിക്കും. കിട്ടൂടാ, ഇല്ലെങ്കിൽ കിട്ടാണ്ട് നമുക്ക് ഉണ്ടാവും പേടി. കിട്ടും കേട്ടോ. എടാ നമുക്ക് വൈകുന്നേരം വ്ളോഗ് എടുക്കാം. വൈകുന്നേരം എടുക്കണോ? നമുക്ക് രാത്രി വീഡിയോ ഇട്ടാലോ? ഇന്ന് രാത്രി റോബേട്ട് വരുന്നുണ്ട് വിത്ത് ബിരിയാണി. അതിലെടുക്കണോ? തേച്ചാലോ? തേക്കോ? ഇപ്പൊ വിളിച്ചു പറഞ്ഞേ അത് തേച്ച് കഴിഞ്ഞാൽ റോബേട്ടിനെ പൊങ്കാലിട്ടോ നിങ്ങള്. പിന്നെ റോബേട്ടനില്ലേ, റോബേട്ടിന് എന്തുകൊണ്ടാ ബിരിയാണി കൊണ്ട് ഇരുന്ന് അറിയാം? നാളെ പുള്ളി നാട്ടിൽ പോവാ. നാട്ടിലേക്ക് വരുന്നുണ്ട്. നാട്ടിൽ ആരെങ്കിലും റോബേട്ടിനെ കാണുവാണെങ്കിൽ പോയി സംസാരിച്ചോട്ടാ, മന്തി വാങ്ങി തരാൻ. കാണാൻ കുറച്ച് പിന്നെ ഗുണ്ട ലുക്ക്, ഭയങ്കര ഗുണ്ട ലുക്കാണ്. പക്ഷെ മണ്ഡറ കേട്ടാ. നിങ്ങൾ എന്താ ചെയ്യണ്ടറിയാ? പോയിട്ടേ മന്തിക്ക് ചോദിക്കണം. റോബേട്ടാ മന്തി വാങ്ങിത്തരും 100%. ഞാൻ ഗ്യാരണ്ടി, ഒന്നും പറയില്ല. പോയി ചോദിച്ചോ. പോലീസ് പിടിക്കുന്ന സ്ഥലം അതെടുത്തില്ല. അത് പ്രസിഡന്റ് വണ്ടിയിൽ നിന്ന് ഊരാൻ കുറച്ച്. പ്രസിഡന്റ് ഇപ്പൊ പിന്നെ ഫാമിലി തന്നെ ഇല്ലേ, മറ്റേ ടൊയോട്ടയിൽ എടുത്തിട്ട് ഇങ്ങനെ അല്ലേ പോവാ. നമ്മളല്ലേ സ്പീഡിൽ പോകുന്ന ആൾക്കാര്. ഞാനും ഷബീർ റൈഡിങ് കേസ് ഇട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് കാണിച്ചു കൊടുത്ത നീ നമ്മുടെ ഗ്ലാസ് പൊട്ടിയത് കാണിച്ചാ. ആരെ വിളിച്ചത്? ഞെങ്ങിപ്പോയി. ഗ്ലാസ് ഉണ്ടാ, ഗ്ലാസ് പൊട്ടി. ഇവര് രണ്ടാളും കണക്ട് ആവും നമ്മളെ പോലെ. ഒന്നും പറയാനില്ല. നമസ്തേ. നൈറ്റ് വ്ലോഗ് എടുക്കുന്ന നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മളെ അജയ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഋഷോൺ ഇവിടെ എത്തിയിട്ടുണ്ട്, റോബി ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ നാട്ടിൽ വരുന്ന ആളാണ്. ഞാൻ ഈ വ്ലോഗിൽ നേരത്തെ പറഞ്ഞു, നാട്ടിൽ നിങ്ങളെ ആര് കണ്ടാലും മന്തി ചോദിച്ചോണം. ഇപ്പൊ നമുക്ക്
അടിമരിച്ചു വയ്ക്കട്ടെ ഞാൻ വാങ്ങിക്കൊടുക്കില്ല പക്ഷേ ഒരു കാര്യം ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ആശാൻ നാട്ടിൽ കാണൂല. 10-12 ദിവസത്തേക്ക് ഞാൻ നാട്ടിലുണ്ട്. 10-12 ദിവസത്തേക്ക് ഞാൻ പറയട്ടെ അറ്റ്ലീസ്റ്റ് ഒരു 5 ആളെങ്കിൽ കാണും. ഉറപ്പാ. കണ്ടോട്ടെ, ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഫ്രീ മന്തി നിങ്ങൾക്ക് ഞാൻ എയർപോർട്ടിൽ വരുമ്പോ എടാ എല്ലാം കൂടെ വിളിച്ച് വീട്ടിൽ വണ്ടി വിളിച്ചോണ്ട് വരുമോ? എയർപോർട്ടിലേക്ക് വന്നിട്ട് റോബേട്ടാ മന്തി ബാക്കിലൊരു ലൈൻ ഉണ്ടാവും. നിങ്ങൾ ഏത് എയർപോർട്ടിലെ ലാൻഡിങ്? ട്രിവാൻഡ്രം എത്ര മണിക്കാ? അത് ഞാൻ പറയത്തില്ല. ഒരു 2 സോടെ പോയി നിന്നോ, മന്തി ഫ്രീ. സാംസങ്ങിൽ കൊണ്ടുവന്നത്. അല്ല ഫുൾ മന്തിയാണോ? ഫുൾ മന്തി മന്തി പോരെ, ഇനി ഫുള്ളാണ്. അതല്ല അത് അവർക്ക് വിശപ്പ് മാറുന്ന അതൊരു പോർഷൻ വാങ്ങിക്കോ. അല്ലടാ, ഇവരുടെ കൂടെ ഞാനും പോട്ടെ, അപ്പൊ എനിക്ക് തിന്നുണ്ട്. അത് വേണം. അയ്യോ, അപ്പൊ എത്ര മന്തി നിങ്ങൾ കഴിക്കും? മന്തിയല്ലേ, കുഴപ്പമില്ല. പിള്ളേരെ നിങ്ങൾ കണ്ടുപിടിച്ച ഫ്രീ മന്തിയാണ്. എയറിലാവോ? ഇപ്പൊ ഇട്ടാ ലുക്ക് ആയിക്കോ. എന്റെ റീൽ എങ്ങനെ ഉണ്ടായിന്? സൂപ്പർ. അത് കുറച്ചും കൂടി ക്ലിപ്പുകൾ അല്ലേ, കുറച്ച് ഫാസ്റ്റ് എഡിറ്റിലായിട്ട് അത് വേറെ സാധനം തന്നെ അഗ്രസീവ്. ഇന്ന് കണ്ടന്റ് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഇപ്പൊ വരും ആശാൻ, കുഞ്ഞു മനസ്സിൽ ഇപ്പൊ ഓടി വരും. പറന്നിട്ട് വരും ഇപ്പൊ. കണ്ടോളെ SSLC പരീക്ഷയ്ക്ക് 1 ലക്ഷം രൂപ അറിഞ്ഞില്ലല്ലോ. പ്രസാദില്ല. എന്റെ കൂട്ടുകാരനാ. നിന്റെ കൂട്ടുകാരനാ? അല്ല, അത് വേറെ. പ്രസാദിന് എല്ലാ ദിവസമല്ലേ മച്ചാനെ ഇന്ന് പൂളായാലോ? എന്നോട് പറയൂ മച്ചാനെ ഇന്ന് പൂളായാലോ? പൊളിയായിരിക്കും അല്ലേ? എടാ ഇതിന് ജോലി കഴിഞ്ഞ് വരുമ്പില്ലേ എന്നോട് പറയും ഒരു ചായ ആയിട്ട് വീട്ടിലിരിക്കാല്ലേ? കമ്പനി മച്ചാനല്ലേ എപ്പോഴും പുള്ളിക്ക് കൈ ഡിസ്ലൊക്കേറ്റ് ആയതാ. അപ്പൊ അവനോടില്ല അവനെ നിർത്തി ആക്ഷേപിക്കണം. അല്ലല്ല പ്രസാദ് ചിലപ്പോ വ്ലോഗ് ആണല്ലോ. എല്ലായിടത്തും ഉള്ള പരിപാടിയാ, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. എവിടെ ആൾക്കാർ കൂടുന്ന ഇല്ലാത്തവരെ പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കും അല്ലേ? അല്ലേ? അത് എല്ലായിടത്തും അത് നമ്മുടെ ടെംപ്ലേറ്റ് ആയി പോയി. അത് അങ്ങനെ നമുക്ക് അങ്ങനെ പോണം. നല്ല രസമല്ലേ? നല്ല രസമല്ലേ കുറ്റം പറയാൻ? ഞാൻ പോയി ഇത് പക്ഷെ പറയാലോ, ഇത് പക്ഷെ കുറ്റല്ല, ഇത് പ്രസാദിനെ അറിയാം. ഇത് പ്രസിദ്ധാടൻ എന്നോട് ഇന്ന് പൂള് പോ ജോലി ചെയ്യുമ്പോ മച്ചാനെ ഞാനില്ല. അത് കുഞ്ഞു മനസ്സ് ഇവിടെ കുഞ്ഞു മനസ്സെന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ചെറിയ വളരെ കുഞ്ഞൊരു മനുഷ്യൻ, കുഞ്ഞൊരു ചെറിയ കാര്യങ്ങൾക്ക് നല്ല ഹേർട്ടായി പോവാൻ. അപ്പം നമ്മൾ തന്നെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു പേരാണ് കുഞ്ഞു മനസ്സ്. അതാണ് കുഞ്ഞു മനസ്സ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇതിപ്പോ എന്താ പരിപാടി നമ്മൾ പറഞ്ഞു കൊടുത്തില്ല? പറഞ്ഞു കൊടുത്താ? ഇവിടെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കൊടുത്തല്ല? ഫുഡ് നമ്മളിപ്പം ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. റെസ്റ്റോറന്റ് നേരത്തെ പറഞ്ഞു. ഇത് ബട്ടർ ചിക്കനാ? അത് കുറച്ച് സൈഡിലോട്ട് ആട്ടേ. ഇത് പിന്നെ ഏതാ വാച്ച്? അത് പിന്നെ ഇംഗ്ലീഷിലാന്ന് പറഞ്ഞപ്പം കമ്പനിയുടെ പേരാ? കമ്പനിയുടെ പേരാണോ? അതെ വരുമോ നിങ്ങള്? എന്താ പറഞ്ഞ പുതിയ റീലോട്ടാണ് കണ്ടാ കാണുന്നുള്ളൂ. ഇപ്പൊ ലൈക്ക് കാണുന്നതിന്റെ മുന്നേ ലൈക്ക് അടിക്കണം ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണണം ഗൈസ്. സൂപ്പർ റീൽ. ഇതെന്താ ഡെക്കറേഷനാ? കോപ്പിറൈറ്റ് ഈ സാധനം അവസാനം തുള്ളല്ലേ? പീസ് പറയുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. കാര്യം കൂടി ഉണ്ട് ഗൈസ്. ആദിദേവ് ഹാപ്പി ബർത്ത്ഡേ. ഉഷാറാക്കണം ബർത്ത്ഡേ ഒക്കെ. ഇനി അങ്ങോട്ട് ലൈറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഉഷാറാക്കണം, അടിപൊളിയാക്കണം, വൈബാക്കണം, ലൈറ്റ് പോയി ആഘോഷിക്കാൻ. നിന്റെ ലൈഫ് ഡ്രീംസിലേക്കുള്ള നീക്ക് എത്താൻ സാധിക്കട്ടെ കേട്ടാ.
വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. പീസ്. ലൈറ്റ് പോയി. ആദിദേവ് മുത്തേ ഹാപ്പി ബർത്ത്ഡേ. പീസ്. ആദിദേവിനോട് ഇത് പറ. ആദിദേവിനോട് ഹാപ്പി ബർത്ത്ഡേ. പേര് പറ. ആദിദേവ്. ആദിദേവ്. ആദിദേവ് ഹാപ്പി ബർത്ത്ഡേ. അല്ല ഹാപ്പി ബർത്ത്ഡേ ബോയ്. അല്ല പിന്നെ ഇതിന് കണ്ണടിച്ച് പണ്ടാറ് എന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ വരെ ലൈറ്റ് ആയി ഇപ്പം. അങ്ങനെങ്കിലും കുറച്ച് ബ്രൈറ്റ് ആവട്ടെ. മോണിക്ക അസാനാണോ മോണിക്ക നമ്മുടെ ഇക്കടെ ക്യാമിയോ റോള്. അതിന്റെ ആവശ്യമില്ല. ബ്രോ ഈ ലൈറ്റ് ഇത്ര ക്ലോസ് എന്ത് ലൈറ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യോ? വയറിനടി വന്നിട്ടോ വയറിനടി അങ്ങനെ പറയാൻ പാടില്ല. താഴേക്കൂടെ കൊടുക്കുക ലൈറ്റ്. ട്രെയിനില് വസന്തി. ഗൈസ് പിന്നെ നമ്മളിവിടെ സിനിമ ചർച്ചയായിരുന്നു. എന്റെ ഫ്ലാഷ് അടിച്ചിട്ടാ കണ്ണുപേരെടുക്കണോ? ഞാൻ വൈൻഡപ്പ് ചെയ്. എന്നാ പിന്നെ ശരി, നാളെ കാണാം. എടാ 3 ഫ്ലാഷ് ലൈറ്റാ. എന്നാ പിന്നെ ശരി, ഇവരെന്തെല്ലോ കളിക്കുന്നു. വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, ഞാൻ ബ്ലൈൻഡ് ആണ്. തോട്ട് ഓഫ് ദ ഡേ ആരെങ്കിലും പറയുന്നോ? തോട്ട് ഓഫ് ദ ഡേ ഇന്റർവ്യൂ തോക്കുന്നതിനേക്കാളും നല്ലത് ചത്ത് തൊലയുന്ന. പീസ് അടി. പീസ് അടിക്കാൻ പറ്റും. Guys, എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോളോ ആക്കി. ഓക്കെ, അപ്പൊ